ഒരു കൊച്ചുമുറിവ് അല്ലെങ്കിൽ കാലിലൊരു ചൊറിഞ്ഞ് പൊട്ടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു ചെറിയ ചുവപ്പ് നിറം, ഇതിലൊക്കെയാണ് പലപ്പോഴും വലിയ മുറിവുകൾ രൂപപ്പെടാനുള്ള ഒരു ആരംഭം എന്ന് പറയുന്നത്. ഈ ആരംഭത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുക, എന്തെങ്കിലും ഒരു ഓയിൻമെൻറ്റ് പുരട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണ ഒരു അപ്ലൈ ചെയ്യും, എന്നിട്ട് അതിനെ ഉണക്കാൻ നോക്കും. ഇങ്ങനെ പല പ്രാവശ്യം നമ്മൾ ഉണക്കി ആ മുറിവിനെ, അതിൻ്റെ കാരണത്തെ കണ്ടെത്താതെ നമ്മൾ പിന്നീട് വലിയൊരു കോംപ്ലിക്കേഷനിലേക്ക്, ചിലപ്പോൾ കാലിലേക്ക് ബ്ലോക്കാന്ന് പറയാം, അല്ലെങ്കിൽ ആ മുറിവുകൾ പെട്ടെന്ന് അങ്ങ് വലുതാവുക, ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ വരുമ്പോഴാണ് പേഷ്യൻസ് ഓടിയെത്തുക. ഡോക്ടറെ ഇനി ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പലപ്പോഴും ആംപുട്ടേഷൻ പേഷ്യൻസ് ആണ് നമ്മുടെ അടുത്ത് എത്തുക. ഇനി ഈ മുറിവിന്, ഈ കാല് നമുക്ക് മുറിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത്തരത്തിൽ നമുക്ക് കാലിൻ്റെ ഒരു കൊച്ചു മുറിവിനെ ആരംഭത്തിലേ ചികിത്സിച്ച് അതിൻ്റെ കാരണങ്ങളെ മനസ്സിലാക്കി, ചിലർക്ക് പ്രമേഹം മൂലമായിരിക്കും, ചിലർക്ക് രക്തവാതം മൂലമായിരിക്കും, ചിലർക്ക് ചില അലർജി മൂലമായിരിക്കും. ഇതൊന്നും അറിയാതെയാണ് രോഗികൾ പലപ്പോഴും വലിയ മുറിവിലേക്ക് എത്തി പിന്നീട് അവർ റീതിങ്ക് ചെയ്യുമ്പോൾ എനിക്കതൊന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയായിരുന്നു, എൻ്റെ ഈ മുറിവ് വലുതാവില്ലായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ ആ ഒരു ചിന്തയ്ക്ക് പ്രാധാന്യം ഇല്ലാണ്ടാവും, കാരണം അപ്പോഴേക്കും സിറ്റുവേഷൻ മാറിപ്പോയിട്ടുണ്ടാവും. ഇത്തരത്തിൽ നമുക്ക് ആരംഭത്തിലെ ചികിത്സിച്ച്, കാരണം അറിഞ്ഞ് ചികിത്സിച്ച് നിങ്ങളുടെ കാലുകളുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ ഒത്തിരിയേറെ മാർഗ്ഗങ്ങൾ നമ്മുടെ ആയുർവേദത്തിലുണ്ട്. അത് സക്സസ്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്.